അത് സ്കൂൾ ചേർക്കണമെങ്കിലും ചേർക്കാൻ എന്താ കാര്യം തന്നെ. പുള്ളി അന്ന് സിനിമയുടെ ഭയങ്കര ആളാ. സിനിമ കാണാൻ പോകും. സിനിമ കാണാൻ പോകുമ്പോൾ അത് സെക്കൻഡ് ഷോന് പോകും. ഇവിടെ നടന്ന് മാനന്തവാടി പോയി സെക്കൻഡ് ഷോ കണ്ട് അവിടെ നടന്ന് ഇങ്ങെത്തും. ഒറ്റ ഒന്നേ ഉണ്ടായിരുന്നു, ലക്ഷ്മി ടാക്കീസ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ പോയിട്ട് അത് സിനിമയും കണ്ട് നേരെ നടന്ന് ഇങ്ങോട്ട് വരും. ഇനി ഒറ്റക്കാലും വേണ്ടില്ല, കൂട്ടുണ്ടെങ്കിലും വേണ്ടില്ല. അപ്പോൾ ഒരു വാരുണ്ടായിരുന്നു പോലും, ഒരു അപ്പുണി എന്ന് പറഞ്ഞിട്ട്. ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. രണ്ടാളും ഒരു പ്രായമാണ്, അതുകൊണ്ട് രണ്ടാളും വലിയ കൂട്ടാണ്. എന്നിട്ട് ഇവരാണ് രാത്രി പോകുന്നത്. അന്നൊക്കെ ഈ കൊയ്ത്തിൻ്റെ സമയത്തൊക്കെ വയലിൽ കാവൽ കിടക്കണം, ഇല്ലെങ്കിൽ പന്നിയും കള്ളന്മാരൊക്കെ വരും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ, അവിടെ പോയി തീയെല്ലാം കത്തിച്ച് രണ്ട് പാട്ടൊക്കെ പാട്ടിട്ട് ഒറ്റപ്പെടൽ വിടും. നേരം വെളുക്കുമ്പോഴായിരിക്കും വരിക. സ്ഥിരം ഇവരെ പരിപാടി ഇതാണ്. അവർ ഈ നോട്ടീസ് കൊണ്ടുമ്പോൾ പുള്ളിക്കും എഴുത്തുമ്പോൾ അതിനെ അറിയില്ല, ഈ വാരർക്കും കൂട്ടുകാരനും അറിയില്ല. അപ്പോൾ പിന്നെ ഈ നോട്ടീസ് കിട്ടിയാൽ നോട്ടീസ് എടുത്തിട്ട് വരും. വന്നിട്ട് ആര് വായിച്ചു കൊടുക്കാൻ എന്താ ഒരു ഇതുമില്ലല്ലോ. അങ്ങനെയാണ് എന്നെ സ്കൂളിൽ ചേർക്കുന്നത്. ഇപ്പം പഠിച്ചാൽ നോട്ടീസ് വായിക്കാമല്ലോ, അതിന് വേറെ തന്നെ വാല് പിടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് സ്കൂളൊക്കെ ചേർത്തി. സ്കൂളൊക്കെ ചേർത്തിയപ്പോഴത്തേക്കും എൻ്റെ കൂടെ കുറേ കുട്ടികളൊക്കെ ചേർത്തിട്ടുണ്ട് ഇവിടെ, ഞങ്ങളുടെ ഇതിൽപ്പെട്ടവരെ, സമുദായത്തിൽപ്പെട്ടവരെ. അല്ല, ഇവിടെ തൃശ്ശൂരേരി. അന്ന് ഒറ്റ അധ്യാപകനുണ്ടായിരുന്നുള്ളൂ. അന്ന് സ്കൂളൊക്കെ കെട്ടിയത് ഇവരെ തന്നെ സമാധാനമായിട്ട് സ്കൂളൊക്കെ കെട്ടി. അന്ന് അപ്പോഴത്തേക്കും പിന്നെ ഈ കുടിയേറ്റൊക്കെ വന്നു. ഇങ്ങോട്ടെല്ലാം ഇതെല്ലാം കുടിയേറ്റക്കാരാണ്. അവർ വന്ന് ഇതായപ്പോഴത്തേക്കും ഒരു മാറ്റം വന്നു. അപ്പോഴാണ് പിന്നെ സ്കൂളൊക്കെ വേണം. അതെ, അപ്പോൾ സ്കൂൾ വേണമെന്നായി. എല്ലാവരും കൂടി സഹകരിച്ചിട്ട് സ്കൂളൊക്കെ കെട്ടി. സ്ഥലോ അന്ന് കുറേ അന്ന് കുറേ റവന്യൂ ആയിട്ട് അങ്ങനല്ലേ. ഈ ഇവിടുത്തെ ജമ്മിമാരുടെ ഉദ്ദേശം ഇതൊക്കെ എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂക്ക് കൊണ്ട് സർവേ ചെയ്യുന്നില്ലേ അന്നത്തെ കാലത്ത്. അപ്പം ആ ഇതിൽ ഇവരടുത്ത് അത് വില പോകില്ലല്ലോ. ഞങ്ങളെ പേടിപ്പിക്കാൻ പറ്റും, ഇവരെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇവരതൊക്കെ കണ്ടുപിടിച്ച് അവരങ്ങനെ കൈയേറി വെട്ടിപ്പിടിക്കും. പിന്നെ ഇവർ കപ്പ ചെയ്തതൊക്കെ ഉണ്ടാക്കും. ഫസ്റ്റിൽ അവരൊക്കെ നല്ല കപ്പയാണ് ഉണ്ടാക്കുക. അപ്പം ഉണ്ടാക്കിയിട്ട് അത് ഈ കുട്ടികൾ കൊണ്ടുവരും സ്കൂളിലേക്ക്. കുട്ടികൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പിന്നെ ഇതല്ലേ അവരുടെ സ്ഥലത്ത് സമുദായത്തിൽപ്പെട്ട പണിക്കൊക്കെ പോവും. അത് പിന്നീടാണ് പോകാൻ തുടങ്ങിയത്. ആദ്യമൊന്നും പോയിട്ടില്ല, വന്ന കാലത്തൊന്നും പോയില്ല. അന്നൊക്കെ ഞങ്ങൾ ഇത് പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്താണെന്നറിയോ, അവർ മനുഷ്യനെ തിന്നുന്നവരാണ് കുടിയേറ്റക്കാർ. ഞങ്ങളെ ജമ്മിമാരില്ലേ, അവർ പറഞ്ഞ് പേടിപ്പിക്കലാണ്. അതുകൊണ്ട് അവരുമായിട്ട് നിങ്ങൾ യാതൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാക്കി ഇവിടുന്ന്. ആ പേടിയാണ് എല്ലാവർക്കും. ഇവരെ കാണുമ്പോഴേ മാറി മാറിപ്പോവും, ഒളിച്ച് നടക്കല്ല. അതൊക്കെ പിന്നെ ഞങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ കുട്ടികളല്ലേ, ഞങ്ങൾക്ക് എന്ത് അറിയാനും എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്നായിട്ട് കളിയും ഇതൊക്കെ ഞങ്ങൾ ഒന്നായിട്ട് തന്നെ ആയിപ്പോട്ടെ. അവരും വരും. അവരുടെ മക്കള് മാനന്തവാടി ബോർഡ് സ്കൂളില് ആശുപത്രി കുന്നേൻ്റെ അവിടെ അല്ല, ആ സ്കൂളിലാണ് അവരൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ സ്കൂളിൽ വരുമ്പോ പിന്നെ മിണ്ടുവായിരുന്നു ബാക്കി സമുദായത്തിലുള്ളവരോട്, ബാക്കിയുള്ളവരോട് ആ കുട്ടികൾ മിണ്ടുവായിരുന്നു. ആ കുട്ടികളും അതെ, അത് ഒരു കാര്യമാണ്. വീട്ടിൽ ചെന്നാൽ സ്വഭാവം മാറി. സ്കൂളിലെത്തുമ്പോഴും പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ കാരണം ഞങ്ങൾ ഇത്ര ചെല്ലുന്നു ചെറിയ കുട്ടികളല്ലേ. ഞങ്ങൾക്ക് എന്താ അയിത്താൻ വന്നേനെ, എന്ത് ജാതി വന്നേനെ, ഇതൊന്നും ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങൾ കളിക്കുക. അപ്പം പിന്നെ അവരെക്കാളൊക്കെ ഉഷാറായിരിക്കായിരിക്കുന്നല്ലോ ഞങ്ങൾക്കായിരിക്കും. ഇനി ഒരു മാങ്ങ പറിക്കണമെങ്കിൽ ഞങ്ങൾ വേണം. അന്നൊക്കെ ഇഷ്ടംപോലെ നെല്ലിക്ക ഉണ്ടാവും. നെല്ലിക്ക പറിക്കണമെങ്കിൽ ഞങ്ങൾ കയറി പറിച്ചു കൊടുക്കണം. ഇവർക്ക് അതിനൊന്നും കഴിയില്ല.